വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അക്ഷയ് സാറാണ് മക്കളെ. തമ്പനയിൽ കണ്ടതുപോലെ 6 മിനിറ്റിനുള്ളിൽ 6 മാർക്ക് നേടിയാലോ? ഒട്ടും സമയം കളയാതെ കടക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി അഗ്രികൾച്ചറൽ ടൂൾ ഫ്രം ദി കോളം എ ആൻഡ് വി നീഡ് ടു മാച്ച് ഇറ്റ് വിത്ത് ദയർ യൂസ്. അവരുടെ യൂസുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യണം. സോ എന്തൊക്കെയാണ് കോളം എയിൽ കൊടുത്തിരിക്കുന്നത്? സിക്കിൾ, അരിവാൾ, ഹോ നമ്മുടെ മൺവെട്ടിയാണ് ഹോ എന്ന് പറഞ്ഞാൽ, സീഡ് ഡ്രില്ലർ, സ്പ്രിംഗ്ലർ. അപ്പൊ ഇങ്ങനെ കുറെ ടൂൾസ്, അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ടൂൾസ് എയിൽ കൊടുത്തിട്ടുണ്ട്. ബിയിൽ അതിന്റെ യൂസസ് അത് മിസ്മാച്ച് ആയിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാം. ഓക്കെ, റെഡി? ആദ്യം സിക്കിൾ ആണ്. സിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അരിവാളാണ്. ഈ കാണുന്ന അരിവാളാണ് സിക്കിൾ. അരിവാൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? ഞങ്ങൾ വിളവെടുപ്പ് നടത്താറുണ്ട് സാറേ, ഹാർവെസ്റ്റിംഗ്. സോ the correct answer is harvesting. ഒരു ഇങ്ക് കളർ ഇങ്ക് ഉപയോഗിക്കുക. സിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹാർവെസ്റ്റിംഗ് ആണ് കേട്ടോ. ഹാർവെസ്റ്റിംഗ്, സിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്? ഹാർവെസ്റ്റിംഗ്. റെഡി റെഡി റെഡി. അടുത്തത് നമ്മുടെ മൺവെട്ടി അല്ലെങ്കിൽ കൈക്കോട്ട് എന്ന് പറയുന്ന ഹോ ആണ്. ഹോ ആണ്. ഹോയിന്റെ ഫംഗ്ഷൻ എന്താ നമുക്കറിയാലേ? മണ്ണൊക്കെ ഉഴുത് മറിക്കാൻ നമ്മൾ ഉപയോഗിക്കും. മണ്ണ് ഉഴുത് മറിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പ്ലോവിങ്. യെസ്, പ്ലോവിങ് ആക്ഷൻ. സോ കറസ്പോണ്ടിങ് ആയിട്ട് പ്ലോവിങ് നമ്മൾ അതേ കളർ ബ്ലൂയിൽ കൊടുത്തു. അടുത്തത് സീഡ് ഡ്രിൽ ആണ്. സീഡ് ഡ്രിൽ കാണാം നിങ്ങൾക്ക്. സീഡ് ഡ്രിൽ ഇതാ കാണാം. സീഡ് ഡ്രിൽ. സീഡ് ഡ്രിൽ എന്തിനാ ഉപയോഗിക്കുക? വിത്തിനെ യഥാസ്ഥാനത്ത് മണ്ണിൽ കുഴിച്ചു വെക്കാൻ. സോവിങ് ഓഫ് ദ സീഡ് അല്ലെ? സോവിങ് ഓഫ് ദ സീഡ്. അപ്പൊ സീഡ് ഡ്രില്ലിന്റെ ഫംഗ്ഷൻ നമുക്കറിയാം, സോവിങ് ഓഫ് ദ സീഡ്. അപ്പൊ ഗ്രീൻ കളർ കൊടുത്തു. സ്പ്രിംഗ്ലർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കണ്ടിട്ടും ഉണ്ടല്ലേ സ്പ്രിംഗ്ലർ. നമ്മളെ സ്പ്രിംഗ്ലർ കണ്ടിട്ടില്ലേ? എന്തിനാടാ? വെള്ളത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ്. വെള്ളത്തെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് യെസ് ഇറിഗേഷൻ. സോ ഇറിഗേഷൻ. ഇവിടെ നമുക്ക് എത്ര മാർക്ക് കിട്ടി? ഇവിടെ നമുക്ക് 2 മാർക്ക് കിട്ടി. 2 മാർക്ക്. യെസ് യെസ് യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മനുവർ ആൻഡ് ഫെർട്ടിലൈസർ. മനുവറും ഫെർട്ടിലൈസറും ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനും പറയുന്നുണ്ട്. അതിന് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്ന വാട്ട് ആർ വീഡ്സ്, ഹൗ ക്യാൻ വി കൺട്രോൾ ദം. സോ വളരെ ഈസിയാണ്. മെനുവറും ഫെർട്ടിലൈസറും നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റില്ലേ? മെനുവർ ഓർഗാനിക് ആണ്, ഫെർട്ടിലൈസർ കെമിക്കൽ ആണെന്നറിയാം. മെനുവർ നമുക്ക് ഫീൽഡിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഫെർട്ടിലൈസർ ഫാക്ടറികളിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പ്ലാന്റ്സിന് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടാൻ വേണ്ടി എന്ത് ഉപയോഗിക്കണം? ഫെർട്ടിലൈസർ ഉപയോഗിക്കണം. മാനുവർ ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് അങ്ങനെ കണ്ട് വളരില്ല. കാരണം സ്പെസിഫിക് ന്യൂട്രിയൻസ് മാനുവറിൽ ആബ്സെന്റ് ആണ്. സ്പെസിഫിക് ന്യൂട്രിയൻസ് എവിടെ ഉണ്ടാവുക? ഫെർട്ടിലൈസറിൽ. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം പോലുള്ള സ്പെസിഫിക് ന്യൂട്രിയൻസ് ഉള്ളത് ഫെർട്ടിലൈസറിലാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേടാ? പഠിച്ചിട്ടില്ലേ? നമ്മള് പഠിച്ചിട്ടുണ്ടല്ലേ? രസകരമായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഹ്യൂമസ് കൂടുതൽ ആഡ് ചെയ്യുന്നത് ആരായിരിക്കും? അത് മാനുവർ ആണ് അല്ലെ? ഹ്യൂമസ് കൂടുതലായിട്ട് മണ്ണിരകളും മറ്റു മൈക്രോ ഓർഗാനിസം ഒക്കെ അതിന് ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്. ഫെർട്ടിലൈസർ ആഡ് ചെയ്ത ഹ്യൂമസ് കിട്ടുമോ? ഇല്ല. എന്നാൽ പെട്ടെന്ന് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആരാണ്? അത് ഫെർട്ടിലൈസർ ആണ് അല്ലെ? മാനുവർ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാ, വളമൊക്കെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഫെർട്ടിലൈസർ നമുക്ക് ചെറിയൊരു സഞ്ചിയിലാക്കി ഇതൊക്കെ കൊണ്ടുപോവാ. കോസ്റ്റ്ലി ഏതായിരിക്കും? കൂടുതൽ കോസ്റ്റ്ലി ഫെർട്ടിലൈസർ ആണ് കേട്ടാ. മാനുവർ അത്ര കോസ്റ്റ്ലി ഒന്നല്ല, ബട്ട് ഫെർട്ടിലൈസർ എന്തായിരിക്കും? കോസ്റ്റ്ലി ആയിരിക്കും. ഇങ്ങനെയുള്ള ഡിഫറൻസസ് നിങ്ങൾ എഴുതാട്ട്. 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു 3-4 ഡിഫറൻസസ് നിങ്ങൾ എഴുതാൻ പറ്റണം. അപ്പൊ അത് നോക്കാം, അതിന്റെ ആൻസർ നോക്കാതെ നോക്കിക്കോളൂ. ഫെർട്ടിലൈസറും മാനുവറും ഞാൻ 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫെർട്ടിലൈസർ എന്താണ്? കെമിക്കൽസ് ആണെന്ന് പറഞ്ഞു അല്ലെ? ദേ ആർ കെമിക്കൽ. ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ തന്നെ മക്കളെ അറിയണം, ദേ ആർ കെമിക്കൽസ്. അവർ കെമിക്കൽസ് ആണ്. that is added to the soil to increase fertility and productivity. ഫെർട്ടിലിറ്റിയും മണ്ണിന്റെ വളക്കൂറും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ വേണ്ടി നമുക്ക് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാനുവറോ അവരെവിടുന്നാ കിട്ടുന്നത്? ഡെഡ് ആൻഡ് ഡീക്കേയിങ് പ്ലാന്റ് ആൻഡ് അനിമൽ. അതായത് ആനിമൽ വേസ്റ്റ്, പ്ലാന്റ് വേസ്റ്റ്, ചാണകം, ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മാനുവർ. റെഡി അല്ലേ? അടുത്തെന്താ പറയുന്നത്? ഹ്യൂമസ് ഒന്നും കൊടുക്കൂല. ഫെർട്ടിലൈസർ ഹ്യൂമസ് കൊടുക്കൂല. എന്നാൽ മാനുവർ എന്ത് കൊടുക്കും? ഹ്യൂമസ് കൊടുക്കും. പ്ലാന്റ്സിന് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും ഫെർട്ടിലൈസർ. പക്ഷെ പ്ലാന്റിന് പെട്ടെന്നൊന്നും അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത സാധനമാണെന്ത്? മാനുവർ. മല്ലേ സ്ലോലി അബ്സോർബ് ചെയ്യും. എന്നാൽ കോസ്റ്റ്ലി ആണ് ആര്? ഫെർട്ടിലൈസർ. എന്നാലും മാനുവറോ ചീപ്പറും കോസ്റ്റ് എഫക്റ്റീവുമാണ്. പക്ഷെ ഫെർട്ടിലൈസർ കെമിക്കൽ ആയതുകൊണ്ട് അത് എന്ത് ചെയ്യും? ഓർഗാനിസത്തെ ഹാം ചെയ്യും. അതായത് മണ്ണിൽ കാണപ്പെടുന്ന മൈക്രോ ഓർഗാനിസത്തെ ഹാം ചെയ്യും. അതുപോലെ തന്നെ ഈ ഫെർട്ടിലൈസർ കൊടുത്ത് ഉണ്ടാക്കിയ ചെടികളിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും. പക്ഷെ മാനുവർ അങ്ങനെയല്ല. കാരണം മാനുവർ എന്ന് പറയുന്നത് സോയിലിന്റെ ഫെർട്ടിലിറ്റി നല്ലോണം കൂട്ടുന്ന സാധനമാണ്. ഒരു ഹാം ആർക്കും ഉണ്ടാക്കുന്നില്ല. മനസ്സിലാക്കിയല്ലോ? അടുത്ത ചോദ്യം എന്തായിരുന്നു? വീഡ്സ് എന്താണെന്ന് എങ്ങനെ അത് കൺട്രോൾ ചെയ്യും? വീഡ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് പ്ലാന്റ്സ് ആണെന്ന് നമുക്കറിയാം അല്ലെ? അൺവാണ്ടഡ് പ്ലാന്റ് ഗ്രോയിങ് അലോങ് വിത്ത് നമ്മുടെ ക്രോപ്പ്.
അല്ലെ, കോമ്പറ്റീഷൻ ഉണ്ടാക്കും. എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? വീടിന് നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാം? വീഡിസൈഡ് അല്ലെ, 2,4-D തുടങ്ങിയ വീഡിസൈഡ് ഉപയോഗിക്കാം. പിന്നെ ടില്ലിങ് അല്ലെ, നമ്മൾ ഇങ്ങനെ മണ്ണ് ഉഴുതു മറിക്കുമ്പോൾ കുറേ അൺവാണ്ടഡ് പ്ലാന്റ്സ് എല്ലാം നശിച്ചു പോകും. പിന്നെ മാനുവലി നമുക്ക് കുർപ്പി എന്ന് പറയുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഇത് റിമൂവ് ചെയ്യാൻ പറ്റൂലേ അല്ലേ? അപ്പൊ നമുക്ക് ഈ കളകളെ, അൺവാണ്ടഡ് പ്ലാന്റ്സിനെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞ് ഇവിടെ 2 മാർക്ക്. അപ്പൊ ഇത് 2 മാർക്ക്, ഇത് 2 മാർക്ക്, അങ്ങനെ മൊത്തം 4 മാർക്ക്. ഇവിടത്തെ 2 മാർക്ക്. അങ്ങനെ എത്ര മാർക്ക് കിട്ടി? 6 മാർക്ക് കിട്ടി. എത്ര മിനിറ്റിൽ? 6 മിനിറ്റിൽ. ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ്, സൈനിങ് ഓഫ്. ബൈ.